ഹായ് ഹലോ, ഞങ്ങളിന്ന് പെരുമ്പളത്താണ് കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങൾ പെരുമ്പളത്തേക്ക് പോന്നു. ഞായറാഴ്ച രാവിലെ ബാനൂട്ട് ഇതാ ഇവിടെ ഉറക്കമൊക്കെ എണീറ്റ് ഇങ്ങനെ മടി പിടിച്ചൊക്കെ എഴുന്നേറ്റ് വന്ന് നിൽപ്പുണ്ട്. ഐവിൻകുട്ടൻ ആ നേരത്ത് പുറത്ത് മണ്ണിൽ കളിക്കുമായിരുന്നു കേട്ടോ. ആ പെരുമ്പളത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് മണ്ണി കളിയാണേ മെയിൻ. വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ അവൻ വണ്ടിയൊക്കെ എടുത്തിട്ടാണേ പോകുന്നത്. ഇവിടെ വന്നാൽ മണ്ണി കളിക്കാം എന്ന് അവൻ അറിയാവേ. അവിടെ ഒരു JCB ഇരിപ്പുണ്ട്. ആ JCB കൊണ്ട് അവൻ്റെ വണ്ടിക്കകത്തേക്ക് മണ്ണൊക്കെ കോരിയിട്ട് ഓടിച്ച് കളിക്കുവാണ് കേട്ടോ. കുറച്ച് നേരം മണ്ണി കളിപ്പിക്കുകയുള്ളൂ കേട്ടോ. മണ്ണി കളിച്ചാലും അതിൻ്റെ അവൻ അറിയാൻ പറ്റും. അവന് ജലദോഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഈ മണ്ണ് നനഞ്ഞ് കിടന്നുകൊണ്ട് അധികം പൊടി അടിക്കില്ലല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്ന് വെച്ചത്. കുറച്ച് സമയമൊക്കെ കളിപ്പിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരുവിധം പിടിച്ചൊക്കെ അകത്ത് കയറ്റും കേട്ടോ. പണ്ടൊക്കെ നമ്മൾ എന്തോരം മണ്ണി കളിച്ചിട്ടുള്ള അല്ലേ. അന്നൊന്നും യാതൊരു കുഴപ്പമില്ല. അന്നത്തെ കുട്ടികൾക്കൊക്കെ എത്ര മണ്ണി കളിച്ചാലും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അങ്ങനെയാണോ? മണ്ണിലും വെള്ളത്തിലും ഒന്നും കളിച്ച ഒരു രക്ഷയില്ല. ചെറുതായിട്ടൊന്നും മഴ പൊടിഞ്ഞാൽ മതി തലയിൽ, അപ്പം തുടങ്ങും പിള്ളേർക്ക് ജലദോഷമൊക്കെ. മണ്ണിക്കളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും എന്താ മീനിന് തീറ്റ കൊടുക്കാൻ പോവാണ് കേട്ടോ. അവിടെ വെള്ളത്തിൽ നിറച്ച് മീനുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഫിലോപ്പിയാണെങ്കിൽ കൂടുതലും, കുഞ്ഞു മീനും വലിയ മീനും ഒക്കെ ഉണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി മീനിന് തീറ്റയൊക്കെ കൊടുത്ത് കുറേ നേരം നിന്ന് കളിച്ച് കേട്ടോ. മീനിനോടുള്ള വിശേഷം പറിച്ചതൊക്കെ ആയിരുന്നു. പോരാ നേരത്ത് അവന് കുപ്പിയിൽ മീനിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നേ. ഇവിടെ കൊണ്ടുവന്ന് ഗ്ലാസ്സിലിട്ട് വളർത്താനാണ്. ഫിലോപ്പിനെയൊക്കെ ഗ്ലാസ്സിലിട്ട് വളർത്താൻ പറ്റുമോ? അവൻ ഇത് വല്ലതും അറിയുമോ? പറഞ്ഞാൽ എന്താ മനസ്സിലാകുമോ? അതുമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഞണ്ട് മേടിക്കാൻ പോയി കേട്ടോ. അനിയൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ടോ എന്ന് അവൻ വിളിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഞണ്ട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ ഞണ്ട് മേടിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് വള്ളത്തിൽ പിടിച്ചുകൊണ്ട് വന്ന ഞണ്ടാണ് കേട്ടോ. നല്ല ഫ്രഷ് ഞണ്ടായിരുന്നേ. 2 കിലോ മേടിച്ച്. പിന്നെ അവിടെ വേറെ കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ കൊഞ്ചുണ്ടായിരുന്നു, കരിമീൻ ഉണ്ടായിരുന്നു, കട്ട്ല ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഞണ്ട് മതിയായിരുന്നുകൊണ്ട് ഞണ്ട് മേടിച്ചാണ് കേട്ടോ തിരിച്ച് പോകുന്നത്. അങ്ങനെ ഞണ്ട് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാല് വെട്ടണം. ജീവനുള്ള ഞണ്ടല്ലേ, കാല് വെട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിന് മൊത്തം കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇറുക്കുമല്ലോ, അതുകൊണ്ട് കയറ് കൊണ്ട് കെട്ടിയിട്ടേക്കുമായിരുന്നു. എന്നിട്ട് ആ കയറ് കെട്ടഴിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കാല് വെട്ടാൻ പറ്റുള്ളായിരുന്നു. കെട്ടഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഞണ്ട് ഒരു രക്ഷയിൽ എത്ര സമയം കൊണ്ടാണെന്നറിയാമോ കുഞ്ഞുവിനെ എൻ്റെ കാലൊന്ന് വെട്ടിയെടുത്തത്. ഒരുവിധം പിടിച്ച് പറിച്ചൊക്കെ വെട്ടി. എന്നിട്ടും അവൻ കുഞ്ഞുവിൻ്റെ കൈക്കിട്ട് ഇറുക്കിയായിരുന്നു കേട്ടോ. അയ്യോ, നന്നായിട്ട് വേദന എടുത്ത്, ചെറുതായിട്ട് ചോരയും പൊടിഞ്ഞായിരുന്നേ. അങ്ങനെ ഈ ഞണ്ടിനെ തോരനാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. കുറച്ച് കിഴക്കോട്ടൊക്കെ ഞണ്ട് അവിയലെന്നൊക്കെ പറയും കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് നല്ല പനിയായിരുന്നേ. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിൽ തൊണ്ടടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കൂടുതൽ സമയം എനിക്ക് ഇരുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആൾ തന്നെയാണ് കേട്ടോ കുറേ ഭാഗങ്ങളൊക്കെ എടുത്തത്. ഇതിനെ നന്നായിട്ട് കഴുകി വാട്ടി, ഇതുപോലെ തന്നെ ഇട്ട് വാട്ടിയാണ് കേട്ടോ ഞങ്ങൾ അത് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം കാലൊക്കെ വെട്ടി നന്നായിട്ട് കഴുകി എടുക്കും കേട്ടോ. ഒരു 3-4 തവണ നന്നായിട്ട് കഴുകണേ. കഴുകി കഴിഞ്ഞിട്ട് വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചൊന്ന് തിളപ്പിക്കും. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ നല്ല ഓറഞ്ച് കളറിലാവും കേട്ടോ. എന്നിട്ട് വേണം പൊട്ടിച്ച് ഇതുപോലെ എടുക്കണേ. അത് കഴിയുമ്പോഴേക്കും സവോളയും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയൊക്കെ വാടി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന ഞണ്ട് കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും തേങ്ങയും അതുപോലെ കൊച്ചുള്ളിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും അതുപോലെ കുറച്ച് ജീരകവും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇപ്പം തന്നെ ഞണ്ടവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ താളിച്ച് ചേർക്കുക. അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞണ്ടവിയൽ അടിപൊളിയാകുവേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തെറ്റാ.